+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം പഠിക്കുന്നത് ജോമെട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ 11 കോണിക് സെക്ഷൻസ് പാർട്ട് 1. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് 4 വ്യത്യസ്ത ഇനം ജോമെട്രിക്കൽ സ്ട്രക്ചറാണ്. അവ ഫസ്റ്റ് സർക്കിൾ, സെക്കൻഡ് പരാബോള, തേർഡ് എലിപ്സ്, ഫോർത്ത് ഹൈപ്പർബോള. ഇങ്ങനെ 4 വ്യത്യസ്ത തരം ജോമെട്രിക്കൽ സ്ട്രക്ചറാണ്. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപ് നാം ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. ആദ്യം ലൈൻ. ഈ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു ലൈനും കൂടി നാം വരയ്ക്കുന്നു. മറ്റൊരു ലൈൻ. ഈ രണ്ടാമത് വരച്ച ലൈൻ കട്ട് ചെയ്യുന്ന ആംഗിൾ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആംഗിൾ ഇവിടെ ആൽഫ എന്ന ആംഗിളിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ആൽഫ. കൂടാതെ നമുക്കറിയാം ഈ രണ്ട് ലൈനും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ക്യാപിറ്റൽ വി. ഇവിടെ ആംഗിൾ ആൽഫയാണ്, അതുപോലെ തന്നെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വി ആണ്. നമുക്ക് ഈ ആദ്യത്തെ ലൈനിന് പേര് കൊടുക്കാം എൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ ലൈൻ എം എന്നും കൊടുക്കാം. ഈ ആദ്യത്തെ ലൈൻ നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ. അതിനെ വേണമെങ്കിൽ നമുക്ക് ആക്സിസ് എന്ന് കൊടുക്കാം. ആക്സിസ്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു ആംഗിൾ ആൽഫയാണെന്ന് പറഞ്ഞു. ഈ ആൽഫ കോൺസ്റ്റൻ്റായി നിലനിർത്തിക്കൊണ്ട് എൽ എന്ന ലൈനിനു ചുറ്റും എം എന്ന മറ്റൊരു ലൈൻ വരച്ചല്ലോ. ആ ലൈൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, പി എന്ന പോയിൻ്റ് വെച്ച് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്കറിയാം, അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് മുകളിലും താഴെയും ഒരു കോൺ ഷേപ്പിൽ ഒരു ഫിഗർ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഏതാണ്ട് നമുക്ക് ഇതേപോലെ ആയിരിക്കും ആ റൊട്ടേഷൻ സംഭവിക്കുന്നത്. നേരത്തെ ഫിഗറിൽ കണ്ട എൽ എന്ന ലൈൻ, അതിനാണ് നാം അവിടെ ആക്സിസ് എന്ന് സൂചിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ എല്ലും എമ്മും തമ്മിലുള്ള ആംഗിൾ ആൽഫയാണ്. നമ്മൾ രണ്ടാമത് വരച്ച എം എന്ന ലൈൻ, അതിനെയാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. കൂടാതെ ഇങ്ങനെ എല്ലിന് ചുറ്റും എം, ആൽഫ എന്ന കോൺസ്റ്റൻ്റ് ആംഗിൾ വരത്തക്ക രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ മുകൾ ഭാഗത്തും താഴെ ഭാഗത്തും ഓരോ കോൺ ഷേപ്പിൽ വരും എന്ന് കണ്ടു. അതിന് മുകൾ ഭാഗത്തേനെ നാം പറയുന്നത് നെയ്പ്സ് എന്നാണ്. അപ്പർ നെയ്പ്, ലോവർ നെയ്പ്. ഈ എം എന്ന ലൈനിനെ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനറേറ്റർ. ഇനി ഈ ജനറേറ്റർ, അതുപോലെ തന്നെ ആക്സിസ്, ഈ നെയ്പ്സിനെ നമ്മൾക്കൊന്ന് ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു പ്ലെയിൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ആ ക്രോസ് സെക്ഷൻ വരുന്നത്? ആ ക്രോസ് സെക്ഷൻ നമുക്ക് പല രീതിയിൽ കട്ട് ചെയ്യാം. അതായത് ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്യാം, വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്യാം, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള പൊസിഷനിലും കട്ട് ചെയ്യാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ആൽഫ എന്നുള്ളത് ഇവിടെ കിട്ടിയൊരു ആംഗിൾ. ഇനി കട്ട് ചെയ്യുന്നതിൻ്റെ ആംഗിൾ ബീറ്റ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ബീറ്റ ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 90 ആയിരിക്കും ഡിഗ്രി. ഇതാണ് ഇപ്പോൾ ബീറ്റ. 90 ആയിട്ട് കട്ട് ചെയ്യും ആണെങ്കിൽ മുകൾ ഭാഗത്തെ ഷേപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് റൗണ്ട് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും, അതായത് 90 ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ്, ക്രോസ് സെക്ഷൻ സർക്കിളായിരിക്കും. അതായത് ആ ക്രോസ് സെക്ഷൻ സർക്കിളായിരിക്കും എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലായിരിക്കും ഫിഗർ എന്നർത്ഥം. ഇനി നമ്മൾ ഈ ബീറ്റ, ഈ കട്ട് ചെയ്യുന്ന രീതി ഒന്ന് മാറ്റുകയാണ്. അതായത് ഇവിടെ ആൽഫ എന്നുള്ളത് 90യേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് ഈ ആൽഫയും ബീറ്റയും തുല്യമായിരിക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് ഇതുപോലെയായിരിക്കും. ആൽഫയും ബീറ്റയും ഈക്വലാണെങ്കിൽ ആ ഷേപ്പിനെയാണ് നാം പറയുന്നത് പരാബോള. അതായത് ഒരേ നെയ്പ്സിനെയാണ് നാം കട്ട് ചെയ്യുന്നത്. ബീറ്റ 90 ആണെങ്കിൽ സർക്കിളായിട്ട് മാറി, ബീറ്റ എന്നുള്ളത് ആൽഫയും ഈക്വലായി വരുന്ന കേസിൽ കട്ട് ചെയ്താൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ പരാബോളയായിരിക്കും.
ഇനി നേരെ മറിച്ച് ബീറ്റ ഗ്രേറ്റർ ദാൻ ആൽഫ, ആൽഫയേക്കാൾ ബീറ്റ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ അതിൻ്റെ ഷേപ്പ് ഇതേപോലെയായിരിക്കും, എലിപ്സ്. അതായത് ഇത് നമുക്കൊരു എക്സാമ്പിളായിട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു PVC പൈപ്പ്, ആ PVC പൈപ്പ് ലെങ്ത്തിന് പെർപെൻഡിക്കുലറായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ നേരെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് നമുക്കറിയാം, സർക്കിളായിരിക്കും. എന്നാൽ ഇതേ PVC പൈപ്പ് ഒന്ന് ചെത്തുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് എലിപ്സ് ആയിരിക്കും. അപ്പോൾ എലിപ്സിൻ്റെ ആ ഷേപ്പിന് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്കറിയാം, ഇപ്പോൾ 2 നെയ്ബ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 2 നെയ്ബ്സും ഒരുപോലെ വരുന്ന രീതിയിൽ കട്ട് ചെയ്താൽ, അതായത് ബീറ്റ ലെസ് ദാൻ ആൽഫ ആയാൽ അതിൻ്റെ ക്രോസ് സെക്ഷനെയാണ് നാം പറയുന്നത് ഹൈപ്പർബോള. അതായത് ഇതേ രീതിയിലായിരിക്കും അതിൻ്റെ ഷേപ്പ് വരുന്നത്. അതായത് ഇവിടുത്തെ പ്രത്യേകത, വ്യത്യസ്ത ആംഗിളിൽ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സർക്കിൾ വരുന്നത്, അതുപോലെ തന്നെ പരാബോള വരുന്നത്, എലിപ്സ് വരുന്നത്, ഹൈപ്പർബോള വരുന്നത്. അതിനാൽ ഇതിനെ നാം ഒന്നിച്ച് പറയുന്നതാണ് കോണിക് സെക്ഷൻ. ഇവിടെ ഫിഗറിൽ കാണുന്ന സർക്കിൾ, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള വ്യത്യസ്ത രീതിയിൽ കട്ട് ചെയ്യുമ്പോഴാണ് അവ ബീറ്റ എന്നുള്ളതിൻ്റെ ആംഗിൾ പല വ്യത്യസ്ത രീതിയിൽ വരുമ്പോഴാണ് അത് ഈ നേൽ പറഞ്ഞ സർക്കിൾ, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള എന്ന രീതിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ ഓഫ് എ കോൺ, ഒരു കോണിൻ്റെ വ്യത്യസ്ത സെക്ഷനാണ്. അതിനാൽ ഇവയെ എല്ലാറ്റിനും കൂടി നാം പറയുന്നതാണ് കോണിക് സെക്ഷൻ. അതായത് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ 11 കോണിക് സെക്ഷൻ അതിലെ ആദ്യത്തെ കേസാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നോട്ടിലേക്ക് ഒന്ന് വൃത്തിയിൽ എഴുതി വയ്ക്കാം. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കണം. എന്താണ് സെക്ഷൻ ഓഫ് എ കോൺ, ആ കാര്യങ്ങളൊന്ന് ഇവിടെ വിശദമായിട്ട് എഴുതാം. സെക്ഷൻ ഓഫ് എ കോൺ. ലെറ്റ് L be a fixed vertical line and M be another line intersecting it at a fixed point capital V and inclined to it at an angle alpha. The line M rotates around the line L. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്ന് എഴുതി എന്ന് മാത്രം. The point capital V is called vertex. L is called the axis and M is called generator of the cone. The vertex separates the cone into 2 parts called nape, upper nape, lower nape. ഇനി നാം നേരത്തെ പറഞ്ഞ ബീറ്റ എന്ന ആംഗിൾ വ്യത്യസ്ത രീതിയിൽ നേപ്സിനെ കട്ട് ചെയ്യുമ്പോഴാണ് അവ സർക്കിൾ, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള എന്നിങ്ങനെ വിവിധ രൂപങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ആ കാര്യം കൂടി ഒന്ന് എഴുതാം. When the plane cuts the napes, we get the following conics. If beta equal to 90, the section is a circle. If beta equal to alpha, the section is a parabola. If alpha less than beta less than 90, the section is a ellipse. If 0 less than or equal to beta less than alpha, the plane cuts through both the napes and the curves of intersection is a hyperbola. ഇനി അതുപോലെ തന്നെ when the plane cuts at the vertex of a cone, രണ്ട് നേപ്സിൻ്റെയും ഇടയിലാണ് വെർട്ടെക്സ്, ആ സമയത്ത് കട്ട് ചെയ്താൽ നമുക്കൊരു പോയിൻ്റ് ആയിരിക്കും ലഭിക്കുക. അതായത് if alpha less than beta less than or equal to 90, the section is a point. If beta equal to alpha, the line contains a generator of the cone and the section is a straight line. ഈ രണ്ട് കാര്യത്തിനും കൂടിയാണ് നാം പറയുന്നത് ഡീജനറേറ്റഡ് കേസസ് ഓഫ് പരാബോള. നമുക്ക് ഈ ഡീജനറേറ്റഡ് കേസ് ഇവിടെ വിശദമായിട്ട് പഠിക്കാനില്ല, ഇതിൻ്റെ കൂടെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെ if 0 less than or equal to beta less than alpha, the section is a pair of intersecting straight lines. അതിനെയാണ് നാം പറയുന്നത് ഡീജനറേറ്റഡ് കേസ് ഓഫ് ഹൈപ്പർബോള. ഇപ്പോൾ ഈ അവസാനം സൂചിപ്പിച്ച 3 കേസും
നമുക്ക് ഈ ക്ലാസ്സിൽ ഈ ഇയറിൽ +1 പഠിക്കാനുള്ള ഭാഗമല്ല. ദെൻ നമുക്കിനി അടുത്ത ഈ 4 തരം കോണിക്കിനെ പറ്റി സൂചിപ്പിച്ചു. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യത്തെ നമുക്ക് ഇവിടെ നമ്മൾ സൂചിപ്പിച്ചു, നമുക്കറിയാം ഇതൊരു പോയിൻ്റാണ്. ഈ പോയിൻ്റിൽ നിന്ന് തുല്യ അകലത്തിലുള്ള നമുക്ക് കുറച്ച് പോയിൻ്റ് എടുക്കാൻ വേണമെങ്കിൽ എന്തായിരിക്കും ഈ തുല്യ അകലത്തിലുള്ള പോയിൻ്റിൻ്റെ പ്രത്യേകത? ഇങ്ങനെ ചുറ്റുമുള്ള പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളിത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കോമ്പസ് ഉപയോഗിച്ച് ഒരു പോയിൻ്റിൽ നിന്ന് വെച്ച് ചുറ്റും വരയ്ക്കാറുണ്ട്. എന്താണ് നാം അതിനെ പറയുക? അതായത് ഒരു പോയിൻ്റിൽ നിന്ന്, ഒരു നിശ്ചിത പോയിൻ്റിൽ നിന്ന് തുല്യ അകലത്തിലുള്ള എല്ലാ പോയിൻ്റുകളും ചേർന്നാൽ എന്തു സംഭവിക്കും? എന്തായിരിക്കും അതിൻ്റെ ആകൃതി? നമ്മൾ അതിനെയാണ് പറയുന്നത് സർക്കിൾ. അത്തരം കേസിലാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിനാണ് നാം ഇപ്പോൾ സർക്കിൾ എന്ന് പറയുന്നത്. അതായത് ഈ സർക്കിളിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അതായത് ഒരു പോയിൻ്റിൽ നിന്ന് തുല്യ അകലത്തിലുള്ള എല്ലാ പോയിൻ്റുകളുടെയും കളക്ഷനെയാണ് നാം എന്ത് പറയുന്നത്? സർക്കിൾ എന്ന് പറയുന്നത്. സർക്കിൾ. ഇപ്പോൾ സർക്കിളിലുള്ള 2 വ്യത്യസ്ത കാര്യങ്ങൾ: ഒരു പോയിൻ്റിൽ നിന്ന് നിശ്ചിത അകലത്തിലുള്ള ഒരു കൂട്ടം പോയിൻ്റുകൾ. നമുക്കതിനെ ഇങ്ങനെയും കൂടിയും പറയാം: ദ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ ദാറ്റ് ആർ ഈക്വിഡിസ്റ്റൻറ്റ് ഫ്രം എ ഫിക്സഡ് പോയിൻ്റ്. അതിനെയാണ് നാം എന്ത് പറയുന്നത്? സർക്കിൾ. ഇനി ആ ഫിക്സഡ് പോയിൻറ്റിനെയാണ് നാം സെൻറ്റർ എന്ന് പറയുന്നത്, സർക്കിളിൻ്റെ സെൻറ്റർ. ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ടു എ പോയിൻ്റ് ഓൺ ദ സർക്കിൾ ഈസ് കോൾഡ് റേഡിയസ്. ഏത് പോയിന്റിൽ നിന്നാണോ നാം വരച്ചത് അതിനെയാണ് സെൻറ്റർ എന്ന് പറയുന്നത്. എത്ര ദൂരത്തിലുള്ള പോയിന്റുകളാണ് കണ്ടെത്തിയത്, ആ ഡിസ്റ്റൻസിനെയാണ്, ആ ഈക്വിഡിസ്റ്റൻ്റായ ഡിസ്റ്റൻസിനെയാണ് നാം പറയുന്നത് റേഡിയസ്. അപ്പോൾ ഇതാണ് നമ്മൾ സർക്കിൾ എന്നതിൻ്റെ ഡെഫിനിഷൻ. ഒന്നുകൂടി സർക്കിളിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞതാണ് എങ്കിലും the set of all points in a plane that are equidistant from a fixed point is called circle. നമുക്ക് ഈ സർക്കിളിൻ്റെ ഇക്വേഷനാണ് ഇവിടെ ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. നമ്മളിവിടെ അതിൻ്റെ ജോമെട്രിക്കൽ കേസാണ് ഇതുവരെ കണ്ടത്. ഇനി നാം അടുത്തത് ചെയ്യുന്നത് അതിൻ്റെ ഓൾജിബ്രൈക്ക് കേസാണ്. അതിൻ്റെ ഓൾജിബ്രൈക്ക് കേസ് കാണുമ്പോൾ നമുക്കറിയാം ഇതുവരെ അനലിറ്റിക്കൽ ജോമെട്രിയാണ് നാം പഠിക്കുന്നത്. അനലിറ്റിക്കൽ ജോമെട്രി. അതുകൊണ്ട് തന്നെ അനലിറ്റിക്കൽ ജോമെട്രി പഠിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ഇക്വേഷൻസിനാണെന്ന് നാം മുൻപ് സൂചിപ്പിച്ചിരുന്നു. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അതായത് കൺസിഡർ എ സർക്കിൾ വിത്ത് സെൻറ്റർ. ഒരു സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിനെ നമുക്ക് സി എന്ന് സൂചിപ്പിക്കാം. സി. അതിൻ്റെ കോർഡിനേറ്റ്സ് എച്ച് കോമ കെ. ഇനി സെൻറ്ററിൽ നിന്ന് ഒരു റേഡിയസ് ഉണ്ട് എന്ന് പറഞ്ഞു നാം, ആർ. കൂടാതെ സർക്കിളിലുള്ള എനി പോയിൻ്റ്, നമുക്ക് ഈ സർക്കിളിൽ എവിടെയും വരയ്ക്കാം. അങ്ങനത്തെ ഒരു പോയിൻ്റാണ് എക്സ് വൈ. അതായത് സി പി ആണ് റേഡിയസ് എന്നർത്ഥം. നമ്മൾ ഈ വൈ ആക്സിസ്, അതുപോലെ തന്നെ എക്സ് ആക്സിസ്, ഒറിജിൻ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ആയിട്ടാണ് നാം സർക്കിൾ വരച്ചത്. ഇനി നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് സി പി എന്നുള്ളതിൻ്റെ ലെങ്ത്ത് നമുക്കറിയാം. ഡിസ്റ്റൻസ് സി പിയുടെ ലെങ്ത്ത് സ്മോൾ ലെറ്റർ ആർ ആയിരിക്കും, റേഡിയസ്. സിയുടെ കോർഡിനേറ്റ്സും അറിയാം, പിയുടെ കോർഡിനേറ്റ്സും അറിയാം. ഇപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ റൂട്ട് ഇതായിരിക്കും നമുക്കറിയാവുന്ന റേഡിയസ് ആർ. അതായത് നമുക്കിതിനെ ഒന്ന് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്താൽ നമുക്ക് മറ്റൊരു രൂപം കിട്ടും. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ്
വൈ മൈനസ് കെ ഓൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് ഒരു സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ. എക്സ് മൈനസ് എച്ച് ഓൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഓൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. എക്സ് മൈനസും കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എച്ച് ആണ് സെൻറ്ററിലെ എക്സ് കോർഡിനേറ്റ്. വൈയും മൈനസും കഴിഞ്ഞതിന് ശേഷം വരുന്ന വാല്യൂ അതാണ് കെ. കെ അതാണ് സി എന്ന സെൻറ്ററിൻ്റെ വൈ കോർഡിനേറ്റ്. കൂടാതെ ആർ എന്ന വാല്യൂ ആർ സ്ക്വയർ, റൈറ്റ് സൈഡ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ആ ആറാണ് സി പി റേഡിയസ്. അപ്പോൾ എക്സ് മൈനസ് എച്ച് ഓൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഓൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ഈസ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ എച്ച് കൊമ കെ ആൻഡ് റേഡിയസ് ആർ. നമുക്ക് ഈ സർക്കിളിൻ്റെ വിവിധ കേസുകളൊന്ന് പരിശോധിക്കാം. ഇതിപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന സർക്കിൾ. നമുക്കിനി ഈ സർക്കിൾ തന്നെ മറ്റൊരു ഭാഗത്ത് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഇതേ സർക്കിളാണ്. ആ സർക്കിൾ ഇങ്ങനെയാണെങ്കിൽ, ഇപ്പോൾ ഇതാ ഇവിടെയാണെങ്കിൽ ഇതേ ഷേപ്പാണ്, ഇതേ വലിപ്പമാണെന്ന് വിചാരിക്കണം. ഇപ്പോൾ ഒരേ ഷേപ്പാണ്. ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഇപ്പോൾ എവിടെയാണ്? ഈ സർക്കിളിൻ്റെ സെൻറ്റർ എക്സ് ആക്സിസിലാണ്. അപ്പോൾ ആ സെൻറ്ററിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ആ സെൻറ്ററിൻ്റെ ഇക്വേഷൻ ഈ റേഡിയസ് ആയിരിക്കും. റേഡിയസ് ഇവിടെ ആറാണ്. അതുകൊണ്ട് നമുക്ക് ഈ സെൻറ്റർ എന്തായിരിക്കും വരിക? സെൻറ്റർ എന്നുള്ളത് ഈ ഡിസ്റ്റൻസ് ആറാണ്. അപ്പോൾ അതായത് ആർ കോമ 0. അതായത് ഒറിജിനിലൂടെ പോകുന്ന ലൈനാണെങ്കിൽ നമുക്ക് ഈ ആർ എന്നുള്ളത് ആറായിട്ട് വേണമെന്നില്ല, നമുക്ക് എ ആയിട്ടും സൂചിപ്പിക്കാം. ജനറൽ കേസ് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതേ സെൻറ്റർ ആറും എയും ഈക്വലാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് A0 എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് മൈനസ് എ ഓൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഓൾ സ്ക്വയർ ദാറ്റ് ഈസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇതാണിപ്പോൾ നാം നേരത്തെ പറഞ്ഞ സർക്കിളിൻ്റെ ഇക്വേഷൻ. ഈ രണ്ടാമത് വരച്ച സർക്കിളിൻ്റെ ഇക്വേഷൻ. ഈ സർക്കിളിനെ നമുക്ക് എന്ത് പറയാം? ഇത് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ പാസിങ് ത്രൂ ദ ഒറിജിൻ. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളാണ്. സെൻറ്റർ ലൈ ഓൺ പോസിറ്റീവ് പാർട്ട് ഓഫ് എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ പാസിങ് ത്രൂ ദ ഒറിജിൻ, സെൻറ്റർ ലൈ ഓൺ പോസിറ്റീവ് പാർട്ട് ഓഫ് എക്സ് ആക്സിസ്. നമുക്കിനി ഇതേ സർക്കിൾ തന്നെ ഒന്നും കൂടി മറ്റൊരു ഭാഗത്തേക്ക് വരയ്ക്കാം. ഈ ഭാഗത്തേക്ക് വരച്ചാൽ എന്തായിരിക്കും? ഈ എക്സ് ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരച്ചാൽ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ലെഫ്റ്റ് സൈഡിലോട്ട് വരച്ചാൽ അതിൻ്റെ ഇക്വേഷൻ, അതായത് അതിൻ്റെ കോർഡിനേറ്റ്സ് -a0 ആയിരിക്കും. അതായത് എക്സ് മൈനസ് എ ഓൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നായിരിക്കും. അതായത് എക്സ് പ്ലസ് എ ഓൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? എക്സ് പ്ലസ് എ ഓൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈസ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ പാസിങ് ത്രൂ ദ ഒറിജിൻ, സെൻറ്റർ ലൈ ഓൺ നെഗറ്റീവ് പാർട്ട് ഓഫ് എക്സ് ആക്സിസ്. ഇനി ഇതേ സർക്കിൾ തന്നെ മുകളിലോട്ട് വരച്ചാൽ, വൈ ആക്സിസിൻ്റെ ഭാഗത്തേക്ക് വരച്ചാൽ അതിൻ്റെ ഇക്വേഷൻ ഇതേ രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഇതേ രീതിയിൽ വരച്ചാൽ അവിടുത്തെ ഇക്വേഷൻ, അതിനെ നമുക്ക് എന്ത് പറയാം? സെൻറ്റർ ഇവിടെയായിരിക്കും. അതിൻ്റെ പ്രത്യേകത, നേരത്തെ നമ്മൾ A0 എന്ന് എഴുതി, ഇവിടെ 0 എന്നായിരിക്കും. അതായത് എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് എ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അതായത് ഇതിനെ നമുക്ക് പറയാവുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് എ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഈസ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ പാസിങ് ത്രൂ ദ ഒറിജിൻ, സെൻറ്റർ ലൈ ഓൺ പോസിറ്റീവ് പാർട്ട് ഓഫ് വൈ ആക്സിസ്. ഇനി ഇതേ സർക്കിൾ നമുക്ക് ഇപ്പോൾ താഴത്തേക്കും വരയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും: എക്സ് സ്ക്വയർ പ്ലസ്
y minus minus a, that is y plus a whole square equal to a square. അതായത് ഇതിനെ നമുക്ക് പറയാവുന്നത് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ പാസിംഗ് ത്രൂ ദ ഒറിജിൻ സെൻറ്റർ ലൈ ഓൺ നെഗറ്റീവ് പാർട്ട് ഓഫ് വൈ ആക്സിസ്. ഇനി ഇതിനെല്ലാം പുറമെ നമുക്ക് ഈ സർക്കിൾ ഇങ്ങനെയും കൂടിയും വരയ്ക്കാം. ഈ സർക്കിൾ നമുക്ക് വരയ്ക്കാവുന്നത് സർക്കിൾ ഇങ്ങനെ വരയ്ക്കാം. ഇതേ രീതിയിൽ നമുക്ക് സർക്കിൾ വരയ്ക്കാം. ഇതേ രീതിയിൽ സർക്കിൾ വരച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അതായത് ആ സർക്കിൾ സെൻറ്റർ ഓൺ ഒറിജിൻ, കൂടാതെ ഈ സർക്കിൾ എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും ഈക്വലായിട്ട് കട്ട് ചെയ്യുന്നു. അപ്പോൾ ആ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഒറിജിനാണ്, എച്ചും കെയും ഇവിടെ 0 ആണ്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നായിരിക്കും നമ്മുടെ ഇക്വേഷൻ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ആ ഇക്വേഷൻ്റെ പ്രത്യേകത ഈ റെഡ് കളറിലുള്ള ഇക്വേഷൻ, സെൻറ്റർ ഓൺ ഒറിജിൻ ആൻഡ് ദ സർക്കിൾ കട്ട്സ് ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ഈക്വലായിട്ട് കട്ട് ചെയ്യും. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വിശദമായിട്ട് എഴുതി വയ്ക്കാം. ഇപ്പോൾ നോട്ടിലേക്ക് എഴുതേണ്ടത് സബ് ഹെഡിങ് 1 സർക്കിൾ. ഫിഗർ വരയ്ക്കണം. സെൻറ്റർ സി എച്ച് കോമ കെ, റേഡിയസ് ആർ ആണ്. പി ബി എനി പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. നമുക്കാദ്യം സർക്കിളിൻ്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതാം. The set of all points in a plane that are equidistant from a fixed point is called circle. The fixed point is called center of the circle, and the distance from the center to a point on the circle is called radius of the circle. നമുക്കറിയാം, ഒരു സർക്കിളിനെ സംബന്ധിച്ച് 2 ഡാറ്റകളാണ് ആവശ്യം. ഒന്ന് സെൻറ്റർ, മറ്റൊന്ന് റേഡിയസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിലെല്ലാം 2 കണ്ടീഷനാണ് നമുക്ക് തന്നിരിക്കുക എന്നർത്ഥം. കൺസിഡർ എ സർക്കിൾ വിത്ത് സെൻറ്റർ സി എച്ച് കോമ കെ ആൻഡ് റേഡിയസ് ആർ. ലെറ്റ് പി എക്സ് വൈ ബി എനി പോയിന്റ് ഓൺ ദ സർക്കിൾ. ഡിസ്റ്റൻസ് സി പി ഈക്വൽ ടു ആർ യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. നമുക്ക് ആവശ്യമുള്ള ഫോർമുലയാണ്. സ്ക്വയർ ചെയ്യാണ് ബോക്സിലാക്കി വെക്കേണ്ട പ്രധാന ഇക്വേഷൻ. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ഈസ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ സെൻറ്റർ എച്ച് കോമ കെ ആൻഡ് റേഡിയസ് ആർ. നമുക്കിനി ആ അടുത്ത ഭാഗത്ത് വരുന്ന ആ വിവിധ കേസുകളും കൂടി ഒന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു, നമുക്കിവിടെ എഴുതിയാൽ ഇവിടെ എ ആണെങ്കിൽ ഇവിടെയും നാം എ ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എ ആക്കണം. അതാണ് വന്ന മാറ്റം. എ സെൻറ്റർ എ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു, ഇതേതായാലും വ്യത്യാസമില്ല. ഒന്നാമത്തെ കേസ് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ പാസിംഗ് ത്രൂ 0, 0 whose center lie on positive part of x-axis. X plus a whole square plus y square equal to a square is the equation of the circle passing through origin whose center lie on negative part of x-axis. ഇതാണ് റെഡ് കളറിലുള്ള 2 അതാണ് അണ്ടർലൈൻ ചെയ്തത്. രണ്ടും റെഡിലാക്കിയിട്ടുള്ളത് സൗകര്യത്തിനനുസരിച്ച്. എക്സ് സ്ക്വയർ പ്ലസ് y minus a whole square equal to a square is the equation of the circle passing through origin whose center lie on positive part of y axis. Blue color. X square plus y plus a whole square equal to a square is the equation of the circle passing through origin whose center lie on negative part of y axis. അതാണ് ബ്ലൂ കളറിലുള്ളത്, അണ്ടർലൈൻ ബ്ലൂ കളർ. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വിവിധ കളർ ഉപയോഗിച്ചത്.
x square plus y square equal to a square is the equation of the circle whose center lie on origin and cuts both the axes equally. റെഡ് ബ്ലാക്ക് കളറിലുള്ളതാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ വിത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സെൻറ്റർ ഒറിജിൻ ആണ്. സെൻറ്റർ ഒറിജിൻ അല്ല, സെൻറ്റർ 0 2 ആൻഡ് റേഡിയസ് 2. നമുക്ക് ആദ്യം ഇക്വേഷൻ ഒന്ന് എഴുതാം. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഈസ് x minus h all square plus y minus k all square equal to r square. ഡയറക്റ്റ് വാല്യൂ കൊടുത്താൽ x minus 0 all square plus y minus 2 all square equal to 2 square. റേഡിയസ് 2 ആണ്. എക്സ്പാൻഡ് ചെയ്താൽ x square plus y minus 2 whole square, y square minus 4y plus 4 equal to 4. 4 രണ്ടും ക്യാൻസൽ ചെയ്താൽ x square plus y square minus 4y equal to 0 is the required equation of the circle. നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ്, മാറ്റങ്ങളില്ല. സെൻറ്റർ തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, സെയിം മോഡൽ. അതുകൊണ്ട് ഇക്വേഷൻ നാം എഴുതുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നു. എക്സ് മൈനസ് മൈനസ് 2 ഓൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഓൾ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് 4x plus 4 plus y square minus 6y plus 9 equal to 4 square 16. നമ്മളെ മോഡൽ x square plus y square then x term y term and constant term. അപ്പോൾ x square plus y square plus 4x minus 6y പിന്നെ ഇവിടെ 13 16 that is minus 3 equal to 0. x term y term x square term y square term x term y term and constant term. ഇതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. ദെൻ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ 1/2 1/4 ആൻഡ് റേഡിയസ് 1/12. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. Equation of the circle is x minus h all square plus y minus k all square equal to r square. hന്റെ സ്ഥാനത്ത് 1/2, kയുടെ സ്ഥാനത്ത് 1/4, rന്റെ സ്ഥാനത്ത് 1/12. That is x minus 1/2 all square plus y minus 1/4 all square equal to 1/12 all square. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/2 ദാറ്റ് ഈസ് എക്സ്. 1/2 സ്ക്വയർ ദാറ്റ് ഈസ് 1/4 പ്ലസ് വൈ സ്ക്വയർ minus 2 into y into 1/4 that is y/2 plus 1/16 equal to 1/144. ഡയറക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ടേം ആദ്യം എഴുതാം, പ്ലസ് വൈ സ്ക്വയർ ടേം എഴുതാം, മൈനസ് എക്സ് മൈനസ് y/2. ഇപ്പോൾ എക്സ് സ്ക്വയർ ടേമായി, വൈ സ്ക്വയർ ടേമായി, എക്സ് ടേമായി, വൈ ടേമായി. ദെൻ പ്ലസ് ഇനി നമുക്ക് കോൺസ്റ്റൻ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനുണ്ട്.
1/4, 1/16, 1/144 ഈക്വൽ ടു 0. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് സിംപ്ലിഫൈ ചെയ്യാനുള്ളത്. പക്ഷേ എങ്കിലും ആദ്യത്തെ ടേം നാം എഴുതേണ്ടതുണ്ട്. എക്സ് മൈനസ് വൈ ബൈ ടു പ്ലസ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ 3 ടേമിൻ്റെയും കൂടി LCM 144, ദാറ്റ് ഈസ് 36. 36 പ്ലസ് 9 മൈനസ് 1 ബൈ 144 ഈക്വൽ ടു 0. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ ടു പ്ലസ് സിംപ്ലിഫൈ ചെയ്താൽ 44 എന്ന് കിട്ടും. 44 ബൈ 144 ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 11 ഇവിടെ 36, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ ടു പ്ലസ് 11/36 ഈക്വൽ ടു 0. നമുക്ക് ഈ ഇക്വേഷനെ മൊത്തത്തിൽ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസറായി. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയാണ്. 36 കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 36 എക്സ് സ്ക്വയർ പ്ലസ് 36 വൈ സ്ക്വയർ minus 36x, then 18y plus 11 equal to 0 is the required equation of the circle. Then നാലാമത്തെ ക്വസ്റ്റ്യൻ സെയിം മെത്തേഡ് തന്നെയാണ്. സെൻറ്റർ തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്. അതായത് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ x minus 1 all square plus y minus 1 all square equal to root 2 all square. Expand ചെയ്താൽ x square minus 2x plus 1 plus y square minus 2y plus 1 equal to 2. അതായത് x square plus y square minus 2x minus 2y കോൺസ്റ്റൻറ്റ് ക്യാൻസൽ ചെയ്തു ഈക്വൽ ടു 0. കോൺസ്റ്റൻറ്റ് ഇല്ല. കോൺസ്റ്റൻറ്റ് ഇല്ലെങ്കിൽ തന്നെ അർത്ഥം ഈ ഇക്വേഷൻ നേരത്തെ നാം 5 തരത്തിൽ ഇക്വേഷൻ കണ്ടു. സ്പെഷ്യൽ കേസിൽ വരുന്ന ഇക്വേഷനാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ minus a minus b and radius root of a square minus b square. നേരത്തെ എഴുതിയ പോലെ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഇക്വേഷൻ of the circle. Equation of the circle is x minus h all square plus y minus k all square equal to r square, where r is the radius and h comma k is the center. Therefore equation of the required circle അതായത് x minus a all square plus y minus b all square equal to root of a square minus b square whole square. ഇത് എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ ആണ്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2ax പ്ലസ് എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2by പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ ചെയ്താൽ റൂട്ട് ക്യാൻസൽ ആക്കാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ എ സ്ക്വയർ രണ്ടും ക്യാൻസൽ ചെയ്തു. വൈ സ്ക്വയർ പ്ലസ് 2by പ്ലസ് വൈ സ്ക്വയർ അല്ല പ്ലസ് ബി സ്ക്വയർ ആണ്. പ്ലസ് ബി സ്ക്വയർ
എ സ്ക്വയർ ക്യാൻസലായി ഈ ബി സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2ax പ്ലസ് 2by. ദെൻ എ സ്ക്വയർ ക്യാൻസലായി ഈ ബി സ്ക്വയറും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 2b സ്ക്വയർ ഈക്വൽ ടു 0 ഈസ് ദ റിക്വയർഡ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഇപ്പോൾ നാം ചെയ്ത 5 ക്വസ്റ്റ്യൻ്റെയും പ്രത്യേകത സെൻറ്ററും റേഡിയസും തന്നിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ വരാനുള്ളത് ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നാൽ സെൻറ്ററും റേഡിയസും കാണാനുള്ള ക്വസ്റ്റ്യൻ. അതായത് എക്സ് സ്ക്വയർ ടേം വൈ സ്ക്വയർ ടേം എക്സ് ടേം വൈ ടേം കോൺസ്റ്റൻറ്റ് ടേം ഈക്വൽ ടു 0 അങ്ങനെയുള്ള ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നാൽ സെൻറ്ററും റേഡിയസും കാണാനുള്ള മോഡൽ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.